നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കെടുക്കുന്നത് ഫൊക്കാനയുടെ പ്രസിഡന്റാണ്. ഫൊക്കാന എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയിലെ മലയാളികളുടെ കൂട്ടായ്മയാണ് ഫൊക്കാന എന്ന ഈ സംഘടന. കഴിഞ്ഞ 1.5 വർഷക്കാലമായി അതിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നത്, അതിനെ നയിക്കുന്നത് ശ്രീ സജിമോൻ ആൻ്റണിയാണ്. സജിമോൻ ആൻ്റണി പാല മറ്റക്കര സ്വദേശിയാണ്, ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു. സജിമോൻ ആൻ്റണി ഫൊക്കാനയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം, അതായത് കഴിഞ്ഞ 1.5 വർഷമായി, ഫൊക്കാനയിലെ അംഗങ്ങൾക്ക് മാത്രമല്ല മലയാളി സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തുവെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ്, എന്തൊക്കെ സംഭാവനകളാണ് ഫൊക്കാനയിൽ നിന്ന് മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള സമൂഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സജിമോൻ ആൻ്റണിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. സജിമോൻ ആൻ്റണിക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2024 ഓഗസ്റ്റിലാണോ തോന്നുന്നു, അല്ലേ? ജൂലൈ 19 തീയതിയാണ് വാഷിങ്ടൺ DC വെച്ച് നടന്ന സമ്മേളനത്തിൽ, കൺവെൻഷനിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെയാണ് സജിമോൻ ആൻ്റണി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്, അല്ലേ? അതെ. അതിനുശേഷം ഈ സംഘടനയ്ക്ക് പല ഭാഗത്തു നിന്നും കേട്ടിട്ടുള്ളത് ഒരുപാട് അഭിവൃദ്ധി, മറ്റ് മുൻ വർഷങ്ങളിലേക്കാളും കൂടുതലായി പല സംഘടനകളും ഇതിലേക്ക് വന്നു ചേർന്നു. അപ്പൊ ഈ ഫൊക്കാന എന്ന് പറയുന്ന സംഘടന തന്നെ പല സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്, അതെ, അല്ലേ? അപ്പൊ അതിലേക്ക് കുറെ സംഘടനകൾ, ഇതുവരെ ഇല്ലാത്ത ചില സംഘടനകൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിനകത്ത് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടത്. തീർച്ചയായിട്ടും. കഴിഞ്ഞ ജൂലൈ 19 സാർ പറഞ്ഞ ഉടനെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു വാശിയേറിയ മത്സരം, എല്ലാ സമയവും വാശിയേറിയ മത്സരമാണ്, എന്നാൽ അതിലുപരി ഒന്നും കൂടെ വാശിയുടെ ഒരു മത്സരമായിരുന്നു. പോസിറ്റീവ്ലി അതിലൊരു ചരിത്ര വിജയം നേടിയ ഒരു ടീമാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീകുമാർ ഉണ്ണിത്താൻ ജനറൽ സെക്രട്ടറിയും, ജോയ് ചാക്കപ്പൻ ട്രഷററും, പ്രവീൺ വൈസ് എക്സിക്യൂട്ടീവ് VP ആയിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു വലിയൊരു ടീമാണ്. 48 പേരും ഒരു റെക്കോർഡ് വിജയമായിരുന്നു നേടിയിരുന്നത്. സൂചിപ്പിച്ച പോണൊക്കെ തന്നെ ഫൊക്കാന അംഗങ്ങളുടെ ബലത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ സംഘടനയാണ്. 105-ലധികം മെമ്പർ അസോസിയേഷൻസ് ആണ് ഇന്ന് ഫൊക്കാനയിലുള്ളത്. ഞങ്ങൾ ഭരണസമിതി വരുമ്പം 81 അല്ലെ 82 അംഗങ്ങളുണ്ടായിരുന്നു, 85 ആയിരുന്നു. അതിനെ ഇപ്പം 105-ലേക്ക് വളർത്തുവാനായിട്ട്, സംഘടനാപരമായിട്ട് ആ ഒരു വളർച്ച ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ വളർച്ചയാണ് അതിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. സംഘടന അത് പല രീതിയിലാണ്. അംഗങ്ങളെ കൂടുതൽ സംഘടനകൾ വന്നു ചേരുമ്പോൾ അത്രയും ആളുകളിലേക്ക് ഈ സംഘടനയെ കുറിച്ച്, അതിന്റെ സംഘടനയുടെ ആ ഒരു അതിന്റെ ഒരു ബലം, അതിന്റെ ഒരു മതില് പുതിയ വരുന്ന സംഘടനകളാണ്, ചെറിയ സംഘടനകളാണ്. ചെറിയ സംഘടനകളുടെ ഒരു അസോസിയേഷൻ ആണല്ലോ, അതിന്റെ ഒരു കൂട്ടായ്മയാണല്ലോ ചെറുതും വലുതുമായ സംഘടനകൾ. ചില സംഘടനയിൽ 500 പേരുണ്ടെങ്കിൽ ചില 5000 വരെയുള്ള മെമ്പേഴ്സ് ഉള്ള അസോസിയേഷൻസ് ഉണ്ട്. അത്രയുള്ള സംഘടനകളാണ് നമ്മൾ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. ഈ ഫൊക്കാന നിങ്ങളുടെ ടീം വന്നതിന് ശേഷം നമ്മുടെ കേരളത്തില് നമ്മുടെ മലയാളികൾക്ക്, ഇപ്പൊ നിങ്ങൾ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അതെ, കേരളത്തിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഭാഷയ്ക്ക് $1, അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റികളും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. താങ്കൾ ഉൾപ്പെടെയുള്ള ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മലയാള നാടിന് വേണ്ടി, മലയാളികൾക്കായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണത്? തീർച്ചയായിട്ടും എണ്ണി പറയാൻ ഒട്ടനവധി പ്രോഗ്രാമുകൾ, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതിനകത്ത് ആദ്യം ഞാൻ ഒരു ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംഘടനയുടെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് കേരളത്തിലും നോർത്ത് അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളികൾക്കുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോൾ അതിലധിഷ്ഠിതമായ പ്രൊജക്റ്റുകൾ, ഭാഷയ്ക്ക് $1 തുടങ്ങിയ പ്രൊജക്റ്റുകൾ കഴിഞ്ഞ 42 വർഷമായി കണ്ടിന്യൂ ചെയ്യുന്നതോടൊപ്പം നമ്മൾ തുടങ്ങിയ യുണീക്ക് പദ്ധതികളിലൊന്നാണ് ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ്. ഇവിടെയുള്ള കേരളത്തിലുള്ള 6 ഹോസ്പിറ്റലുകൾ, അതായത് കൊച്ചി രാജഗിരി ഹോസ്പിറ്റൽ, കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റൽ, മെഡ്സിറ്റി ഹോസ്പിറ്റൽ പാലൈ, അതുപോലെ തന്നെ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം,
ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്, അങ്ങനെ 6 സുപ്രധാനമായ ഹോസ്പിറ്റലുമായി ടൈപ്പാണ്. അപ്പോൾ അതിനകത്ത് ഫൊക്കാന മെമ്പേഴ്സിനും അവരുടെ അഫിലിയേറ്റഡ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സിനും 10 മുതൽ 15% ഡിസ്കൗണ്ടുകൾ, സ്പെഷ്യൽ പാക്കേജ്, സ്പെഷ്യൽ പ്രിവിലേജുകൾ, അങ്ങനെയുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ്. വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതുവരെ അതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് ഫൊക്കാനയുടെ പ്രിവിലേജ് കാർഡാണ്. ആക്ച്വലി എനിക്ക് അതിനകത്ത് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി പോക്കറ്റിലുണ്ട്. ഇതാണ് ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ് എന്ന് പറയുന്നത്. ഇത് ഗോൾഡൻ കാർഡ് എന്ന് ഞങ്ങളുടേതായ ഭാഷയിൽ പറയും. അതോടൊപ്പം എനിക്ക് എടുത്തു പറയാനുള്ളതാണ് ഈ ഫൊക്കാനയുടെ പ്രിവിലേജ് കാർഡ്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു സംഘടന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടുമായിട്ട് ഒരു കരാറിൽ MOU ഏർപ്പെടുത്തത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മാത്രമല്ല, ഇവിടെയുള്ള തിരുവനന്തപുരത്തെ ഇന്റർനാഷണൽ എയർപോർട്ടുമുണ്ട്. ഇവിടെ NRIs ആയ എല്ലാ മലയാളികൾക്കും ഫൊക്കാനയുടെ മെമ്പേഴ്സ് ആൻഡ് അഫിലിയേറ്റഡ് ആൾക്കാർക്ക് 10 മുതൽ 15% ഡിസ്കൗണ്ടാണ് ഈ ഫൊക്കാന പ്രിവിലേജ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3000 മുതൽ 30,000 രൂപ വരെ കിട്ടിയ ആൾക്കാരെ നമുക്ക് പേഴ്സണലി അറിയാം. ഞാൻ 3 ദിവസം മുമ്പ് ഇവിടെ വന്നിറങ്ങിയപ്പം എനിക്കും കിട്ടി. അവിടെ നിന്ന് 3 പേര് ഈ ഒരു ബെനിഫിറ്റ് പ്രിവിലേജ് അഡ്വാൻറ്റേജ് എടുക്കുന്നത് എനിക്ക് കാണാനായിട്ടൊരു ഭാഗ്യവും ഉണ്ടായി എന്നുള്ളതാണ്. ഏത് രീതിയിൽ അത് കിട്ടുന്നത്? എങ്ങനെയാണ്? അതായത് ടിക്കറ്റിനകത്താണോ അതോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഫെസിലിറ്റികൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണോ? ഇത് ബേസിക്കലി നമ്മൾ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടിലും ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് NRIസിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടുന്ന് പാക്കിങ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബാഗൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് അവിടുന്ന് 2 ബാഗ് 3 ബാഗ് എക്സ്ട്രാ ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. വാങ്ങേണ്ട സാധനങ്ങൾ ഇവിടെ ഡ്യൂട്ടി ഫ്രീയിൽ തന്നെ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. അപ്പോൾ ലോജിസ്റ്റിക്കൽ ഹെൽപ്പ് ഉണ്ട്. അങ്ങനെ വാങ്ങുമ്പോൾ നമ്മൾക്ക് എന്ത് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും അതിന്റെ അതിന് മുകളിൽ 10 മുതൽ 15% വരെ അഡീഷണൽ ഡിസ്കൗണ്ട് ഫൊക്കാന മെമ്പേഴ്സിന് കിട്ടുന്നതാണ് ഇത്. അങ്ങനെ ആണ് ഇത് ഒരു ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് ആണ് സത്യം പറഞ്ഞ മെമ്പേഴ്സിനുള്ളത്. അതാണ് രണ്ടാമത്തെ വളരെ എടുത്തു പറയേണ്ട ഒരു പ്രോജക്റ്റ്. ഇതുവരെ ഒരു സംഘടനകൾക്കും സാധിക്കാത്ത ഒരു ഇതാണ്. ഒരു ഗുഡ് ന്യൂസ് കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സൂൺ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അവൈലബിൾ, ദിസ് ബെനിഫിറ്റ് ഇസ് ഗോയിങ് ടു ബി അവൈലബിൾ ഇൻ ഓൾ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അതിന് നെഗോഷിയേഷനും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് അത് യാഥാർത്ഥ്യമായിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു ഫൊക്കാനയുമായി ബന്ധപ്പെട്ട ഫൊക്കാനയിൽ അംഗങ്ങളായ ഫൊക്കാനയിലെ ബന്ധപ്പെട്ട സംഘടനകളിൽ അംഗങ്ങളായവർക്ക് ആയ പ്രവാസികൾക്ക്, അതെ, ഇപ്പം അമേരിക്കയിലുള്ള ഒരു പ്രവാസികളല്ല യഥാർത്ഥത്തിൽ, അവർ കുടിയേറ്റക്കാരാണ്. അതിലുള്ള ഓരോ ആളുകൾക്കും ഏത് എയർപോർട്ടിൽ വന്നിറങ്ങിയാലും അവർക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലും മറ്റുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ 10 മുതൽ 15% വരെ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടും. അവർക്ക് നിലവിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്. കാര്യം ഒരു 10,000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ 1,500 രൂപ വരെ അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ലേ? അപ്പം 20,000 30,000 നമ്മൾ ഒരു ബേസിക് പർച്ചേസ് വെച്ച് വരുമ്പോഴത്തേക്ക് അതിന് 3,000 4,000 6,000 10,000 രൂപയുടെ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുതാണ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അത് പ്രവാസികൾക്ക് അല്ലെങ്കിൽ ഫൊക്കാനയിലെ അംഗങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. മൂന്നാമതൊരു പ്രോജക്റ്റ് എടുത്തു പറയേണ്ടത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഇൻഫർമേഷൻ ആണ്. കഴിഞ്ഞ വർഷമാണ് എനിക്ക് മനസ്സിലായത്. അറിഞ്ഞ ആ ഒരു നിമിഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി. അതായത് കേരളത്തിൽ ഇന്ന് ആസ് വി സ്പീക്ക് 1250-ലധികം ആൾക്കാരാണ് ഒരു വർഷം മുങ്ങി മരണത്തിൽ ഏർപ്പെടുത്തുന്നത്. 4-5 ആൾക്കാർ അമേരിക്കയിലോ കാനഡയിലോ പഠിക്കാനോ അല്ല മറ്റ് പ്രോഗ്രാമുകളായിട്ട് വന്നിട്ട് അവിടെ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വന്നാൽ നമ്മുടെ മൈൽ സ്റ്റോൺ അക്കാദമിയുമായിട്ട് ശ്രീലങ്കൻ കടലിടുക്ക് നീന്തി കടന്ന ശ്രീ SP മുരളീധരനുമായിട്ട് സഹകരിച്ചുകൊണ്ട് സ്വിം കേരള സ്വിം എന്ന പ്രൊജക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ ഓഗസ്റ്റിൽ 148 കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് സ്വിമ്മിംഗ് സേഫ്റ്റി അല്ലെ വാട്ടർ സേഫ്റ്റി എന്ന് മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു മെസ്സേജ് കേരളത്തിലുള്ള ജനതയ്ക്ക് കൈമാറുക എന്നുള്ള നല്ലൊരു എക്സാമ്പിൾ കാണിക്കുകയുണ്ടായി. അതിൻ്റെ 4ാമത്തെ എഡിഷൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലായിൽ സെന്റ് തോമസ് കോളേജിൽ 100-ലധികം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം അതിന് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. വരുന്ന ഞായറാഴ്ച അതായത് 18-ാം തീയതി ഫൈനൽ ഫിനാലെ ഉണ്ട്. അതിനകത്ത് ക്ലാസ് പാസ്സായി അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദന ചടങ്ങും സെന്റ് തോമസ് കോളേജിൽ നടക്കുന്നുണ്ട്. 1000-കണക്കിന് ആൾക്കാരെയാണ് അവിടെ അന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത് ഫൊക്കാന ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫൊക്കാനയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നല്ലൊരു ലൗഡ് സ്പീക്കിംഗ് മെസ്സേജ് കൊടുക്കുകയാണ് വാട്ടർ സേഫ്റ്റി എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. കാരണം ഞങ്ങളുടെ എവിടെയൊക്കെ ഡ്രൈവിങ് അല്ലെങ്കിൽ വാട്ടർ സേഫ്റ്റി, നീന്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈൻഡ് ഓഫ് മാൻഡേറ്ററി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു സിവിക് സെൻസിന്റെ അതിന്റെ പാർട്ടായിട്ട് ഉള്ളതാണ്. അപ്പോൾ അത് കേരളത്തിലുള്ള ജനങ്ങൾക്കും ഉപകാരപ്രദമാകണം, അതിനകത്ത് അവയർനെസ് കൂട്ടുക എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധമായിട്ടാണ്.
ഒരു സമരമായിട്ടാണ്, പ്രതിഷേധമായിട്ടാണ്, ആരെ ലഹരി തിരസ്കരിക്കണം എന്നൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ്. അതൊരു നല്ല കാര്യം. കാരണം അതിന് ഇവിടെ കേരളത്തില് ഇന്ന് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന, അവരെ കാർന്നു തിന്നുന്ന ഒരു വിഷയം തന്നെയാണ് ലഹരി. അത് പാൻ മസാല മുതൽ, ഹാൻസ് മുതൽ, അത് മദ്യം, അതുപോലെ MDMA, ഇങ്ങനെ പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ. അത് പക്ഷേ ഇപ്പം കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കാർ തലത്തിൽ പല റെയ്ഡുകളും പല സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയത് കൊണ്ട് അത് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനെതിരെ ഒരു ബോധവൽക്കരണം അത് നല്ലൊരു കാര്യമായിരിക്കും. അത് നമ്മൾ എല്ലാ തലങ്ങളിലും നമുക്ക് എല്ലാവർക്കും, ഇത് കാണുന്ന പ്രേക്ഷകർക്കായ നിങ്ങൾക്കും ഏവർക്കും ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു സമുദായമോ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് എല്ലാവരും കൂടെ ഒരു ഏകീകരിച്ച് ഏകോപനമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു റോൾ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ആക്ഷനാണ് ഫൊക്കാന ഇതിനു വേണ്ടി ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ ഉൾപ്പെടെയുള്ള ഈ ഭരണസമിതി വരുന്നതിന് മുൻപ് കേരളത്തിൽ, നിങ്ങൾക്ക് എല്ലാ വർഷവും കേരളത്തിൽ കൺവെൻഷൻ ഉണ്ടല്ലോ. ഒരു വർഷം കേരള കൺവെൻഷൻ, രണ്ടാമത്തെ വർഷം അമേരിക്കയിലെ കൺവെൻഷൻ. അതെ. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു കേരള കൺവെൻഷൻ ഞാനും പങ്കെടുത്ത്, ഞാനത് നേരിട്ട് കേട്ടൊരു കാര്യം. നിങ്ങളുടെ മുൻ പ്രസിഡന്റ് കുറെ പ്രഖ്യാപനങ്ങൾ ഇവിടെ ആ കൺവെൻഷനിൽ നടത്തിയായിരുന്നു. കുറെ ഒരു വില്ലേജ് ഒക്കെ ഉണ്ടാക്കി, അങ്ങനെ കുറെ വീടുകൾ വയ്ക്കും, കുറച്ച് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കും. പിന്നെ അല്ലാതെ തന്നെ മടങ്ങി വരുന്നവർക്ക്, പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്ക് മടങ്ങി വരികയാണെങ്കിൽ അവർക്ക് വലിയ ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കി അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനം അതുപോലെ നടന്നിട്ടുണ്ട്. മുൻ ഭരണസമിതിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. മുൻ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആണ് ആ ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ കേട്ട കാര്യം അത്. അങ്ങനെ ഒരു വില്ലേജ് ആയിട്ട് പ്രാവർത്തികമായിട്ടില്ല എന്റെ അറിവില്. പിന്നെ 1000 ഏക്കറോ 800 ഏക്കറോ ഏതാണ്ടൊക്കെ പിന്നെ സ്ഥലം വാങ്ങിച്ച് ചെയ്യുന്നൊക്കെയാണ്. അങ്ങനെ ഒരു പദ്ധതി നടന്നിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് 8 or 9 വീടുകൾ ഇൻഡിവിജ്വലി അത് പണിത് അത് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഏരിയയിൽ തന്നെയാണ് അത് നടന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രൊജക്ട് നടന്നു. ആ കാര്യം സൂചിപ്പിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പത്തനംതിട്ട ചിറ്റാറില് ഏകദേശം 58-60 സെന്റ് സ്ഥലം ഫൊക്കാനയ്ക്ക് കൊടുക്കുകയും അത് എഴുതി ഉദ്ദേശിക്കുന്നത് അവിടെ വീടുകൾ വെച്ചിട്ട് ഭവനരഹിതരെ പാർപ്പിക്കുക, അതോടൊപ്പം അവിടെ ഒരു ലൈബ്രറി തുടങ്ങുക. കാരണം ഒരു ഹയർ സെക്കൻഡറി സ്കൂളുമായിട്ട് ചേർന്നാണ് ആ സ്ഥലം കിടക്കുന്നത്, ഒരു കണ്ണായ സ്ഥലമാണ്. അപ്പം അവിടെ അങ്ങനെയുള്ളൊരു പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൊജക്ട് വർക്ക് തുടങ്ങി. പക്ഷെ ഇങ്ങനെയുള്ള പ്രൊജക്ടുകളൊന്നും നമുക്ക് 1 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒരു വടിയെടുത്ത് വീശുമോ വരുന്ന കാര്യമല്ല. ഇറ്റ് ടേക്സ് ടൈം. ആർക്കിടെക്ചർ പ്ലാനുകൾ വന്നു, ഇനീഷ്യൽ ഡ്രോയിങ്ങുകൾ വന്നു, നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം അതിനകത്ത് 15 വീട് വെക്കാൻ പറ്റുമോ 20 വീട് വെക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രോസസ്സിങ് നടക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഞാനും ആ ഏരിയ സന്ദർശിക്കുന്നുണ്ട്, ആർക്കിടെക്റ്റുമായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറ്റുന്ന ആ ഒരു ഭവനം പ്രൊജക്ട് എന്നുള്ളൊരു പദ്ധതി കൂടെ ആവിഷ്കരിക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അമേരിക്കയിലുള്ള വരുന്ന വിസിറ്റ് വരുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ട് ഫൊക്കാന വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പദ്ധതി തുടക്കമിട്ടിട്ടുണ്ട്. ഇതൊന്നും ജസ്റ്റ് അനൗൺസ്മെന്റ് അല്ല, ഇതൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ ഫൊക്കാനയുടെ ഹെൽത്ത് ക്ലിനിക്കാണ്.